ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐനൂസ് കിച്ചൺ. നമ്മൾ ഇന്ന് വാഞ്ചോ കേക്കിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട തീമിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ബിഗിനേഴ്സിന് പോലും നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഡിസൈൻ ആണ്. കാണുമ്പോൾ നല്ല ലുക്കുള്ള അടിപൊളി ഡിസൈൻ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിൽ പോയി നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ വാനില കേക്കിനുള്ള റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. 1 കപ്പ് മൈദ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനൊപ്പം തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 തവണ അരിച്ചെടുക്കാം. ഞാനിപ്പോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 തവണ അരിച്ചെടുത്തിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കണം. മിക്സ് ആക്കി കൊടുക്കുന്ന സമയത്ത് എല്ലായിടത്തും നമുക്ക് നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കണം. അതല്ല നിങ്ങൾ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് മിക്സ് ആയി കിട്ടും. അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 വട്ടം അരിക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മുടെ 3 മുട്ടയാണ് എടുക്കുന്നത് കേട്ടോ. 3 മുട്ട നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രം വളരെ ക്ലീൻ ആയിരിക്കണം. അതായത് അതിനകത്ത് വെള്ളത്തിന്റെ അംശമൊന്നും കാണരുത് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് 1 കപ്പ് പഞ്ചസാരയുടെ പൊടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാര പൊടിയായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ആക്കി എടുക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യം ഫസ്റ്റ് സ്പീഡിലിട്ട് കുറച്ച് നന്നായിട്ട് ബീറ്റ് ആയതിനു ശേഷം സെക്കൻഡ് സ്പീഡിലേക്ക് മാറ്റി കൊടുക്കുക. സെക്കൻഡ് സ്പീഡിലിട്ട് നന്നായിട്ട് ബീറ്റ് ആയതിനു ശേഷം മാത്രം തേർഡിലോട്ട്, അങ്ങനെ വേണം നിങ്ങൾ ഫോളോ ചെയ്ത് പോകാൻ കേട്ടോ. അല്ലാതെ ആദ്യം തന്നെ സെക്കൻഡ് തേർഡ് അങ്ങനെ പോകരുത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടർ എസൻസ് ചേർത്ത് കൊടുക്കണം. ഇത് നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബട്ടർ എസൻസും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മിൽക്ക് എസൻസും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഓപ്ഷണലാണ്. നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അതായത് നിങ്ങൾ ഇപ്പം പുറത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി കുറെ ഓർഡേഴ്സ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം അത് വാങ്ങി വെച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് വീട്ടിലേക്കാണ് ഇപ്പം കേക്കിനൊക്കെ 1-2 കേക്കൊക്കെ ഉണ്ടാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു വെച്ച് ഇതിനായിട്ട് വാങ്ങി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ആയി കഴിയുമ്പോൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ഇനി സൺഫ്ലവർ ഓയിൽ ഇട്ട് കഴിഞ്ഞാലും നമ്മൾ 1 സ്പീഡിലിട്ട്, അതായത് ലോ സ്പീഡിലിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിവിടെ നമുക്ക് ഹൈ സ്പീഡ് ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കണം. അതെന്ന് പറയുന്നത് 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്കിംഗ് മോഡിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഒരു 10 മിനിറ്റ് അത് നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കണം. ഇത് പ്രീഹീറ്റ് ആവുന്ന സമയത്തിന് നമുക്ക് നമ്മളുടെ ബാറ്റർ ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പൊ ഇത് മിക്സ് ചെയ്യുന്ന രീതി നമ്മൾ എല്ലാ കേക്കിലും പറയുന്നതാണ്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ വീഡിയോയിൽ കുറച്ച് സ്പീഡിലാണ് മിക്സിങ് കാണിക്കുന്നത്. നിങ്ങൾ എന്തായാലും സ്പീഡ് കുറച്ചിട്ട് വേണം നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാൻ. അതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ ഉടച്ച് മിക്സ് ചെയ്യരുത്. കട്ട് ആൻഡ് ഫോൾഡ് ആയിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുക, ഫോൾഡ് ചെയ്യുക, ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ മിക്സ് ആക്കി എടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. നമ്മുടെ കേക്കിന്റെ നല്ല സ്പോഞ്ച് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബാറ്റർ നന്നായിട്ട് ഉടഞ്ഞ് ഓവർ മിക്സിംഗ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് അത്രയ്ക്ക് സുഖം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിൽ ശ്രദ്ധിച്ച് കട്ട് ആൻഡ് ഫോൾഡ് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഒരുമിച്ച് ഇട്ട് കൊടുത്ത് മാവ് മിക്സ് ചെയ്യരുത്. കാരണം അത് കട്ട കെട്ടിപ്പോവും. പിന്നെ നമ്മൾ ഒരുപാട് ഓവർ മിക്സ് ചെയ്യേണ്ടി വരും. 3 തവണയായിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഫുള്ള് മിക്സ് ആക്കിയതിനു ശേഷം 1 ടീസ്പൂൺ വിനെഗറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കേക്ക് ടിന് നല്ല ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് നമുക്ക് ബട്ടർ പേപ്പർ ഒക്കെ ഇട്ട് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ കേക്ക്, അതായത് നമ്മൾ വാഞ്ചോ ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചോക്ലേറ്റ് കേക്ക് ചെയ്യുന്ന സമയത്ത് ഞാനത് കാണിച്ചു തരാമേ. അപ്പൊ ഇപ്പം നമുക്കൊന്ന് ടാപ്പ് ചെയ്തിട്ട് സ്ക്വയർ ഒന്ന് നന്നായിട്ട് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ എയർ ബബിൾസ് ഒക്കെ പോവും. ഇപ്പൊ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ഓവൻ പ്രീഹീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കേക്കിന്റെ ബാറ്റർ വെച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഓൾറെഡി ഇതിന്റെ ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ടൈം മാത്രം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പൊ നമ്മളൊരു 55-60 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കേക്ക് ദാണ്ട് ഇവിടെ സെറ്റായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വാനില സ്പോഞ്ച് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ചോക്ലേറ്റ് സ്പോഞ്ച് റെഡിയാക്കി എടുത്താൽ മതി. ഇപ്പൊ നല്ല കറക്റ്റ് ആയിട്ട് നല്ല ഹൈറ്റിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കണം. കുറച്ച് ചൂട് മാറിയതിനു ശേഷം നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ചോക്ലേറ്റ് സ്പഞ്ച് ആണ്. നമ്മൾ വാഞ്ചോ കേക്ക് ആണ് ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ വാനില സ്പഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ചോക്ലേറ്റ് സ്പഞ്ച്. അപ്പൊ ഈ ഒരു സ്പഞ്ചിന്റെ പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ ആണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഈ ചോക്ലേറ്റ് സ്പഞ്ച് 1.5 കിലോ ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് 1.5 കപ്പ് മൈദയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ 1.5 കപ്പ് മൈദയും അതുപോലെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും നമ്മൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനൊപ്പം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പൊ ഇത്രയും നമ്മൾ വാനില സ്പഞ്ചിന് ചേർത്തതുപോലെ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് എക്സ്ട്രാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പൊ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം, കാരണം കൊക്കോ പൗഡറിലൊക്കെ ഇങ്ങനെ കട്ട കട്ടയായിട്ട് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ നല്ല രീതിയിൽ അരിച്ചെടുത്താൽ മാത്രമേ അത് പോവുള്ളൂ. നേരത്തെ പോലെ ഞാൻ പറഞ്ഞ കണക്കാണ് ഒരു വട്ടം ചെയ്തിട്ട് ഒരു വട്ടം അരിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ബാക്കി നല്ല സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ 3-2 തവണയൊക്കെ അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ നേരത്തെ ചെയ്ത് കണക്കാൻ വെറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ 4 മുട്ട എടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ 3 മുട്ടയായിരുന്നു എടുത്തത്, ഇപ്പൊ നമ്മൾ 4 മുട്ടയാണ് ബീറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കേക്കിന്റെ മുട്ട ബീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പാത്രം വെള്ളത്തിന്റെ ഒരു അംശവും ഇല്ല, നല്ല ക്ലീൻ ആയിരിക്കണം. അതുപോലെ നമ്മൾ നേരത്തെ ബാറ്റർ മിക്സ് ചെയ്ത പാത്രത്തിൽ തന്നെ വീണ്ടും നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യരുത്, കാരണം നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ വേറെ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. 1.5 ടീസ്പൂൺ വാനില എസൻസ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് പഞ്ചസാരയുടെ പൗഡർ ചേർത്ത് കൊടുക്കണം. അതായത് 1.5 കപ്പ് പഞ്ചസാര പൗഡറാണ് ചേർത്ത് കൊടുക്കണം. നിങ്ങൾ പഞ്ചസാരയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ 1.5 കപ്പിന്റെ ആവശ്യമില്ല. കഴിവതും പൗഡേർഡ് ഷുഗർ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പഞ്ചസാര അലിയാതെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന്റെ ബാറ്ററിൽ ഒട്ടല, അതായത് കേക്ക് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് ഒട്ടലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇതുപോലെ പൗഡേർഡ് ആയിട്ടുള്ള ഷുഗർ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും ഇങ്ങനെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് ബീറ്റാക്കി എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബീറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ സ്പീഡ് കൂട്ടുന്നത്. അപ്പൊ ആ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്താണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗ്ഗും യോക്കും സെപ്പറേറ്റ് ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ മുട്ട ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു സമയത്ത് നമുക്ക് ബട്ടർ എസൻസും അതുപോലെ മിൽക്ക് എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ബീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ലോ സ്പീഡിലിട്ട് 10 സെക്കൻഡ് ബീറ്റ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക, കാരണം നമ്മളിപ്പം ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടയ്ക്കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ബേക്കിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്നത് നമ്മൾ മാക്സിമം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേക്ക് ഫ്ലോപ്പായി പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ ഈ വീഡിയോ കണ്ട് ചെയ്തിട്ട് അത് റെഡി ആയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. ആ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ കേക്കിന്റെ റെസിപ്പീസിലൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം. കാരണം നിസ്സാരമായി കാണുന്ന പല കാര്യങ്ങളുമാണ് നമ്മുടെ കേക്ക് ഫ്ലോപ്പ് ആണുള്ള മെയിൻ കാരണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പൊ ഇനി നമ്മൾ നമ്മുടെ കേക്കിന്റെ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതാണ് ഇനി നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിലെ അതായത് ചോക്ലേറ്റ് കേക്ക് ഏത് ചെയ്യുന്നു അതിലെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു ടിപ്പാണ്. അതായത് നമുക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ 1-2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു കോഫിയുടെ ചെറിയൊരു ടേസ്റ്റ് അതിലുണ്ടാവും. മുട്ടയുടെ ടേസ്റ്റ് ഒക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും. പിന്നെ നമുക്ക് നല്ലൊരു കളർ കിട്ടും. നമ്മുടെ ഫസ്റ്റ് വാനില കേക്ക് നമ്മൾ ഡിമോൾഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഈ ഒരു കേക്കിലാണ് നമുക്ക് സെക്കൻഡ് ചോക്ലേറ്റ് കേക്കിന്റെ സ്പഞ്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരേ അളവിലുള്ള 2 കേക്ക് ടിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ബേക്ക് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. ഇപ്പൊ എന്റെ അടുത്ത് ഈ അളവിലുള്ള, അതായത് നമ്മൾ 7 ഇഞ്ചിന്റെ മോൾഡിലാണ് ചെയ്യുന്നത്, ഈ ഒരു അളവിലുള്ള ഒറ്റ കേക്ക് ടിന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 2ആയിട്ട് നമുക്ക് ഇത് ഡിമോൾഡ് ചെയ്താൽ നമുക്കത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത് ഡിമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നന്നായിട്ട് ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ ഇതേ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ടിപ്പും കാര്യങ്ങളൊക്കെ നോക്കി തന്നെ ചെയ്യുക. ഇനി നമ്മൾ ബാക്കി നമ്മുടെ നെക്സ്റ്റ് ചോക്ലേറ്റ് കേക്കിന്റെ സ്പഞ്ച് റെഡിയാക്കാൻ വേണ്ടി അതിലേക്ക് നമുക്ക് ഇനിയിപ്പം വിനെഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 1.5 ടീസ്പൂൺ വിനെഗർ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് മൊത്തത്തിൽ 1.5 kg കേക്കിന്റെ ബാറ്ററാണ് ഇപ്പൊ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ കേക്ക് ടിൻ സെറ്റ് ചെയ്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിലേക്ക് ഓയിൽ, അതായത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഓയിൽ ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ബ്രഷോ അതോ നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ടോ നിങ്ങൾക്ക് സ്പ്രെഡ് ആക്കി കൊടുക്കാം. മൊത്തം സ്പ്രെഡ് ചെയ്തിട്ട് ഈ ബട്ടർ പേപ്പറിന്റെ പുറത്തൂടെ കുറച്ച് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പൊ ബാറ്റർ കുറച്ച് തിക്കാണെന്നുണ്ടെങ്കിൽ അത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാതെ നിങ്ങൾ പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് 1-2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ മിക്സ് ആയി കിട്ടും. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറാണ് ഇപ്പോഴും ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുന്നു, സ്ക്യൂർ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നു.
10 മിനിറ്റ് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഓവനിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നു കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു 60 മിനിറ്റ്, അതായത് 1 മണിക്കൂറാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് മോഡ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ 180 ഡിഗ്രി നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തതാണ്. ഇനി നമുക്കിത് നമ്മുടെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് നല്ല അടിപൊളി സെറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ടവൽ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് എടുക്കാവൂ, കാരണം നല്ല ചൂടുണ്ടാവും കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇത് ഡിമോൾഡ് ചെയ്തെടുക്കണം. കുറച്ചൊന്ന് ആറിയതിനു ശേഷം ഇതുപോലെ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ചും ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വാഞ്ചോ കേക്കാണ്. അപ്പൊ ചോക്ലേറ്റ് സ്പഞ്ചും വാനില സ്പഞ്ചും കൂടെ ഒരുമിച്ച് നമുക്കൊരു കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇനി നമുക്ക് ക്രീം ചെയ്യണം. നമ്മൾ ഫിയോണയുടെ ക്രീമാണ് ഇവിടെ എടുക്കുന്നത്. ഞാൻ പൊട്ടിച്ചപ്പം ചെറുതായിട്ടൊരു അബദ്ധം പറ്റിയ കാരണമാണ് ക്രീം പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ കുറച്ച്. അപ്പൊ നമ്മളുടെ ഏകദേശം 2-2.5 കപ്പ് ക്രീം എടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഫിയോണയുടെ ക്രീമാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നിങ്ങൾ പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് 1, 2, 3 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പൗഡർ ഷുഗർ അല്ല, ഐസിങ് ഷുഗർ ആണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബീറ്റാക്കി എടുക്കാം. ബീറ്റാക്കി എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1, 2, 3 സ്പീഡ് നിങ്ങൾ നോക്കി വേണം ചെയ്തെടുക്കാം കേട്ടോ. അപ്പം 5 സ്പീഡിലുള്ളതും കാണും, 7 സ്പീഡ് വരെ ഉള്ളതും കാണും. അപ്പം നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് വേറൊന്നും നിങ്ങൾ ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് ബീറ്റ് ചെയ്യാതിരിക്കുക. അപ്പൊ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് തന്നെ ബീറ്റ് ആക്കിയിട്ടുണ്ട്. ബീറ്റ് ആക്കിയിട്ട് പാത്രം ഇങ്ങനെ ചരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് താഴേക്ക് വരുന്നില്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ബീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് നമുക്ക് ലെയർ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഫുള്ള് 3 ലെയർ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാൻ ഓരോ ചെറിയ കാര്യങ്ങളും ഇങ്ങനെ എടുത്തു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിയാത്തവർക്ക്, അതായത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ കാണുന്ന സമയത്ത് ഫ്ലോപ്പ് ആയി പോകാതിരിക്കാനാണ് കേട്ടോ. അപ്പൊ ഇന്ന് അറിയുന്നവർ കാണുന്നവരാണെങ്കിൽ അവർക്ക് തോന്നും ഇതൊക്കെ എന്തിനാണ് ഇത്ര കാര്യമായിട്ട് പറയുന്നത്, ഇതിപ്പം ഇത്രയും വലിച്ചു നീട്ടി പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ അറിയാത്തവർക്ക് കാണുമ്പോൾ ഒരു രീതിയിലും കേക്ക് ഫ്ലോപ്പ് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ചെറിയ കാര്യങ്ങൾ വരെ ഇങ്ങനെ എടുത്തു പറയുന്നത്. ഇപ്പൊ നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 കപ്പ് വെള്ളത്തിൽ ഞാൻ ഏകദേശം ഒരു 3/4 കപ്പ് പഞ്ചസാരയോളം ഇട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്താണ്. ആ വെള്ളം തിളച്ചു വന്ന് പഞ്ചസാര ഇട്ട് കൊടുത്ത് മെൽറ്റ് ആക്കി എടുത്ത് നല്ല തണുപ്പിച്ചിട്ട് നമുക്ക് കേക്കിലേക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഐസിംഗ് പ്രോസസ്സിലേക്ക് പോവാം. നമ്മൾ ടേൺ ടേബിളിന്റെ പുറത്ത് നമ്മുടെ ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ഇതുപോലെ ഷുഗർ സിറപ്പ് ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് ഒഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ അതിൽ 100 ഇങ്ങനെ കേക്ക് നമ്മൾ ക്രീം ചെയ്ത് കഴിഞ്ഞാലും പുറത്തോട്ട് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അത് മാത്രമല്ല, നമ്മൾ പീസ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഫസ്റ്റ് ലെയർ നമുക്ക് അങ്ങ് പൊടിഞ്ഞിട്ട് ഇങ്ങോട്ട് വരൂല. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ലെയർ ഒരുപാട് അങ്ങ് നല്ലതായിട്ട് അങ്ങ് നമ്മൾ ഷുഗർ സിറപ്പിൽ മുക്കി എടുക്കാതിരിക്കുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അതിന് പുറത്ത് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചോക്ലേറ്റ് ചിപ്സോ അല്ലെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾ വാനില സ്പഞ്ച് വെക്കുന്നതിന് മുകളിൽ നിങ്ങളുടെ ക്രീമിന്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ചിപ്സോ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് സ്പഞ്ചിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഡാർക്ക് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ ചിപ്സോ യൂസ് ചെയ്യാം. എന്റെ അടുത്ത് ഇപ്പം ഡാർക്ക് കോമ്പൗണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ആണ് മൊത്തം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ നമുക്ക് വെറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ പുറത്ത് ഓർഡർ കിട്ടി പുറത്തേക്ക് ചെയ്ത് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് ഷുഗർ സിറപ്പിൽ അങ്ങ് മുക്കിയെടുക്കരുത്. കാരണം നിങ്ങൾ കസ്റ്റമർ പറയുകയാണെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പാർട്ടികൾക്ക് കൊണ്ടുപോയിട്ട് പീസ് മുറിക്കാൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പീസ് പൊടിഞ്ഞു പോകും. നമുക്ക് കറക്റ്റായിട്ട് പീസ് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അവർ ഒരുപാട് അങ്ങ് വെറ്റ് ചെയ്യാറില്ല, കാരണം നമുക്ക് കറക്റ്റ് പീസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ എല്ലായിടും വെറ്റ് ആവണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് വരും നമ്മുടെ കേക്ക് കട്ട് ചെയ്യും പോകും. അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഫുള്ള് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ചോക്ലേറ്റിന്റെ ഒരു സ്പഞ്ച് അതായത് ഒരു ലെയർ മാറ്റി വെച്ചിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ടുള്ളത് നമ്മുടെ കേക്കിന് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇതിലേക്ക് 2 ചോക്ലേറ്റിന്റെ ലെയറും 3 വാനിലയുടെ ലെയറുമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് മാറ്റിയത് ഈ ഒരു മോഡലിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു മോഡലിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് ഇത് വേണ്ടത്. അതുകൊണ്ടാണ് അവിടുന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പൊ നമ്മുടെ കേക്ക് നമ്മൾ അടിപൊളിയായിട്ട് ഐസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഐസ് ചെയ്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ചിന്റെ ഒരു ലെയർ ആണ് ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താണ് കേട്ടോ. വേറെ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇതിന് നമുക്ക് നമ്മുടെ കേക്കിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. കുറച്ച് മുകളിലായിട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു തീമിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിന്റെ ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. ഗ്രീൻ കളർ നമുക്കൊരു കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക്
മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സെറ്റ് ആയി വരട്ടെ. നമ്മൾ കളർ ചേർത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പൊ നമ്മുടെ ക്രീം ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആയി കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കളർ ചേർക്കുന്ന സമയത്ത് കുറച്ച് ലൂസായി പോകും. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഫോണ്ടന്റ് വർക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ഫോണ്ടന്റ് എടുക്കുകയാണ്. അപ്പൊ അതിന്റെ അടുത്ത് വൈറ്റ് ഫോണ്ടന്റും ഉണ്ട്, അതുപോലെ നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ഗ്രീൻ ഫോണ്ടന്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഇതിലേക്ക് CMC പൗഡർ ആവശ്യമുണ്ട്. അത് എന്തിനാണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. അപ്പൊ നമ്മൾ ഈ ഒരു ഫോണ്ടന്റിലേക്ക് നമുക്ക് കുറച്ച് CMC പൗഡർ ഇട്ട് കൊടുക്കണം. അതായത് ഒരു പിഞ്ച് CMC പൗഡർ ആണ് ഈ ഒരു ഫോണ്ടന്റിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റിൽ കുറച്ചും കൂടി കളർ ചേർത്തെടുക്കണം. കാരണം നമുക്ക് കുറച്ചും കൂടെ ഗ്രീൻ കളർ ഫോണ്ടന്റ് വേണം. അപ്പൊ ഇതിലേക്ക് കുറച്ച് CMC പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ CMC പൗഡർ ചേർത്തിട്ട് നല്ല രീതിയിൽ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ സോഫ്റ്റ് ആക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് കളറും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്രീൻ കളറാണ് ഇപ്പോൾ വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ കളർ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിൽ കൊണ്ട് ഉണ്ടാക്കുന്ന, അതായത് നമ്മൾ ഈ ഫോണ്ടന്റ് യൂസ് ചെയ്ത് നമ്മൾ ഓരോരോ ഷേപ്പിലുള്ള ഓരോ സംഭവങ്ങളായിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. അതിന് കുറച്ച് കട്ടിയൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു CMC പൗഡർ യൂസ് ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഇത്രയും കട്ടിയായിട്ട് ഇരിക്കൂല. അപ്പൊ ഇനി നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടി കോൺഫ്ലോർ ആണ് ഞാൻ ഒരു പാത്രത്തിൽ എടുത്തിട്ടുള്ളത്. കോൺഫ്ലോർ ഇട്ടിട്ടാണ് നമ്മളിത് പരത്തി എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഈ കോൺഫ്ലോർ ഇടുമ്പോഴത്തേനും നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയോ നമ്മുടെ ഈ ഒരു ഷീറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റോൾ ചെയ്യുന്ന റോളറിലോ ഒന്നും ഒട്ടിപ്പിടിക്കൂല. അപ്പൊ നമ്മൾ കുറച്ച് അതായത് കോൺഫ്ലോർ ഈ ഫോണ്ടന്റിന്റെ മണ്ടിലേക്ക് ഇട്ടിട്ട് നിങ്ങൾ ഇത് കണക്ക് പരത്തിയെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. അപ്പൊ നമ്മളിപ്പോ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഏത് രീതിയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇത് കുറച്ചൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ഇത് ഫോണ്ടന്റ് കട്ടറാണ്. നമുക്ക് ഇത് ഫോണ്ടന്റ് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബ്ലേഡ് ആണ്. അപ്പൊ നിങ്ങൾ ഫോണ്ടന്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നൈഫൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ എടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണ്ടന്റ് കട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പൊ ഈ ഒരു ബ്ലേഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. ഷേപ്പിലായിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു എഡ്ജ് ആണല്ലോ ഇതിന്. അപ്പൊ ഇനി നമ്മൾ കണ്ട ഇതുപോലെ കുറച്ച് ഷേപ്സ് ആണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. കറക്റ്റ് ഇതേ ഷേപ്പിലെല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കുന്ന കുറച്ച് തിന്നായിട്ടും, അതായത് നമ്മൾ ഒരു ലീഫിന്റെ ഒക്കെ പോലത്തെ ഒരു ഷേപ്പ്. അപ്പൊ നമുക്ക് കുറച്ച് തിന്നായിട്ടുള്ളതുണ്ട്, കുറച്ച് തിക്കായിട്ടുള്ളതുണ്ട്, കുറച്ച് ലെങ്ത് ആയിട്ടുള്ളതുണ്ട്, കുറച്ച് ഷോർട്ട് ആയിട്ടുള്ളതുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. നമുക്ക് കേക്കിന് ചുറ്റും ഇത് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഓൾറെഡി കേക്കിന്റെ പിക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഇത് എന്തിനാണെന്നുള്ളത്. അപ്പൊ ഇതുപോലെ കുറേ അധികം എണ്ണം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഫുള്ള് നമുക്ക് കട്ട് ചെയ്തിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഇതിന്റെ മുകളിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ കോൺഫ്ലോർ ഇട്ടിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പൊ നമ്മൾ അത് കുറെ എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് കേക്കിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗ്രീൻ ഫോണ്ടന്റ് ആവശ്യമുണ്ട്. അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ ബാക്കി നമുക്ക് കേക്കിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതുപോലെ സൈഡിൽ നിന്ന് അങ്ങ് വെച്ചു കൊടുത്താൽ മതി കേട്ടോ. എല്ലാം നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട്. പലതും പല ഷേപ്പിലാണ്. കുറച്ചും കൂടി അടുത്തടുത്ത് വെച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വെച്ചു കൊടുക്കാം. കുറച്ച് ദൂരെ ദൂരെ വെച്ചു കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ കേക്കിൽ കളർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ദാണ്ട് ഇതുപോലെ ഗ്രാസ് നോസിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മള് പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ട് നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ഇതുപോലെ ഗ്രാസ് ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന് ചുറ്റും നമ്മൾ ഗ്രാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു മോഡലിലാണ് ഇതായിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഓറഞ്ച് കളറാണ്. നമുക്ക് കുറച്ച് ക്യാരറ്റ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ ഇവിടെ വൈറ്റ് ഫോണ്ടന്റ് നമ്മൾ നേരത്തെ CMC പൗഡർ ഒക്കെ ചേർത്തതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് ഫോണ്ടന്റിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ഫോണ്ടിൽ CMC പൗഡർ ചേർത്ത് നന്നായിട്ട് കയ്യിൽ വെച്ച് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തതാണ്. അതിലേക്കാണ് നമ്മൾ ഈ ഒരു ഓറഞ്ച് കളർ ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് നമുക്ക് ക്യാരറ്റ് റെഡിയാക്കി എടുക്കാം. ഓറഞ്ച് കളർ ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾ കോൺഫ്ലവർ ചേർത്ത് മിക്സ് ചെയ്യാൻ മറന്നുപോലെ. എന്നിട്ട് വേണം ഇതുപോലെ ഷേപ്സ് ആക്കി എടുക്കാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ പുറത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്ത് ചെയ്യുക കേട്ടോ. ഇതിപ്പോ എന്റെ മോന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യാത്തത്. അപ്പം നമുക്ക് ഇതുപോലെ എല്ലാം നമുക്ക് ക്യാരറ്റ്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് നമ്മൾ ആ ഒരു ഓറഞ്ച് കൊണ്ട് ചെയ്തെടുത്തിട്ട് ദാണ്ട് ചെറിയൊരു നമ്മുടെ ഗ്രീൻ ഫോണ്ടന്റ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചെയ്ത് അതിനുള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ല. നമ്മുടെ ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈൻ ആണ്. കാരണം നമ്മൾ ഇതിൽ ഒരുപാട് ക്രീം വർക്ക് ഒന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഫോണ്ടന്റ് ഇതുകൊണ്ട് ഇതുപോലെ ഷേപ്പ് ആക്കി കൊടുത്താൽ ജസ്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള തീം നമുക്ക് കിട്ടും. അപ്പൊ ഇതുപോലെ കുറെ ക്യാരറ്റ്സ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ വെക്കാം. അപ്പൊ ഈ ക്യാരറ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി ഒരു മുയലിനെ വേണ്ടേ? അപ്പൊ നമുക്ക് മുയലിനെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തില്ല, ഒരു
വൈറ്റ് കൊണ്ടൊരു ഉണ്ട, അതിന് മുകളിൽ ഒരു കുഞ്ഞുണ്ട. അപ്പൊ നമുക്ക് മുയലിന്റെ ബാക്ക് സൈഡ് മാത്രം മതി. അപ്പൊ 2 കാല് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതിനായിട്ടാണ് ഞാൻ ഈ ഒരു ഫോണ്ടന്റ് ഇങ്ങനെ പരത്തി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇനിയിപ്പം ഈ ഒരു കാലിന്റെ ഷേപ്പ് നമുക്ക് ചെയ്ത് കൊടുക്കണം, എന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പൊ കാലിന്റെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് റോസ് കളർ ഫോണ്ടന്റും കൂടെ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, എന്നിട്ട് നമ്മൾ ഇതിന് നടുക്കൊക്കെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ റോസ് കളർ ഫോണ്ടന്റ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഉണ്ടയാക്കിയിട്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അതുപോലെ കിട്ടും. അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് മുയലിന്റെ ബാക്ക് സൈഡ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിലേക്ക് നമ്മൾ എന്റെ മോന്റെ പേരാണ്, അപ്പം അതുകൂടെ സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നെയിം ഒക്കെ വെച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വെച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ലെറ്റർ കട്ട് ചെയ്യുന്ന ഫോൺ കട്ടർ കൊണ്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ ഞാൻ പേരൊക്കെ വെച്ചു കൊടുത്ത് കേക്ക് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പൊ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.